impersonality, depersonalization എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Poetry is more important than the poet. The catalyst analogy, ഒരു catalyst analogy ഒക്കെ പറയുന്നുണ്ട്. ഒരു പ്ലാറ്റിനത്തിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആൻഡ് പോയറ്റിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് പോയട്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. The distinction between feeling and emotions. ആ ഫീലിംഗ് ആൻഡ് ഇമോഷൻസ്, അതിന്റെ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുമ്പം പോയറ്റിന്റെ തന്നെ ഫീലിംഗും ഇമോഷൻസും അല്ല റൈറ്റിംഗിൽ വരേണ്ടത്. എന്ന് വെച്ചാൽ the writing, otherwise the work must be impersonal. Then the importance of the intensity of the creative process. Then the poet as a medium, not as a personality. അതുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് the importance of the intensity of that creative process. അദ്ദേഹം നടത്തുന്ന ആ ഒരു റൈറ്റിംഗ്, അത് അദ്ദേഹത്തിന് ഒരു മീഡിയം മാത്രമാണ്. ഈ പോയറ്റ് ആക്ച്വലി ഒരു മീഡിയം ആണ്. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ അല്ല. എന്ന് വെച്ചാൽ അയാളുടെ പ്രധാനപ്പെട്ടത് നോക്കേണ്ടത് എന്ന് വെച്ചാൽ പോയട്രി ആണ്. പോയറ്റ് അതിനൊരു മീഡിയം മാത്രമായി മാറുകയാണ് എന്നാണ് പറയുന്നത്. Then rejection of Wordsworth's theory of poetic process. It is an escape from emotion. വേർഡ്സ്വർത്തിന്റെ ആ ഒരു സബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് റൈറ്റിംഗ്, അതിനെതിരേക്കുള്ള ഒരു റിജക്ഷൻ ആണ്. ഇറ്റ് ഇസ് എൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ. ഇമോഷനിൽ നിന്നൊരു എസ്കേപ്പ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പാർട്ടിൽ അദ്ദേഹം സമ്മപ്പ് ചെയ്യുന്നു. അതിൽ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പോയട്രി ഈസ് നീദർ ഇമോഷൻ നോർ ടെക്നിക്കൽ എക്സലൻസ് കൺസിഡേർഡ് ഇൻ ഐസൊലേഷൻ, ബട്ട് ദ എക്സ്പ്രഷൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഇമോഷൻ വിച്ച് ഇസ് ഇൻ ദ പോയം. സോ പോയട്രിയിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇമോഷനോ അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സലൻസോ ഒന്നും അല്ല. അതിനെ മൊത്തത്തിൽ എന്താണ് അതിനെ മാത്രമായിട്ട് കൺസിഡർ ചെയ്യുകയല്ല വേണ്ടത്. ബട്ട് സിഗ്നിഫിക്കന്റ് ഇമോഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ അതിൽ എന്താണോ കൃത്യമായി പറയുന്നത് അതിനെ മാത്രം മനസ്സിലാക്കുക. അല്ലാതെ പോയറ്റിന്റെ ഇമോഷൻസ് എല്ലാം മനസ്സിലാക്കി എടുക്കുക എന്നതല്ല ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ പാർട്ട് വൈസ് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം തൊട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ഒന്നുകൂടെ നമുക്ക് പറയാം. ആദ്യത്തെ പാർട്ടിൽ അദ്ദേഹം ഇമ്പോർട്ടൻസ് ഓഫ് ട്രഡിഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സോ ആദ്യം ദ ഇഗോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു വർക്കിലാണിത് പബ്ലിഷ് ചെയ്തത്. ആൻഡ് ദെൻ ലേറ്റർ റീപ്രിന്റഡ് ഇൻ ദ സേക്രഡ് വുഡ് 1920. പിന്നെ സെലക്ടഡ് എസ്സേസിലും ഇത് വരുന്നുണ്ട്. ആൻഡ് അദ്ദേഹം ഒരു ജെ മിഡിൽട്ടൺ മുറേ ചാലഞ്ച് Eliot's views in his essay Romanticism and Tradition, to which Eliot replied in the essay The Function of Criticism, first published in the Criterion and later included in Selected Essays. So ഇദ്ദേഹത്തിന്റെ ഐഡിയാസിനെ എല്ലാം ജെ മിഡിൽട്ടൺ മുറേ എന്ന് പറയുന്ന റൈറ്റർ അതിനെ ഒപ്പോസ് ചെയ്തു, അതിനെ ചാലഞ്ച് ചെയ്തു. അദ്ദേഹത്തിന്റെ റൊമാൻറ്റിസിസം ആൻഡ് ട്രഡിഷൻ, ജെ മിഡിൽട്ടൺ മുറേയുടെ റൊമാൻറ്റിസിസം ആൻഡ് ട്രഡിഷൻ എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹം ഇതിനെ ചാലഞ്ച് ചെയ്തു. സോ ആ ഒരു വർക്കിനെ എലിയട്ട് റിപ്ലൈ കൊടുത്തു ത്രൂ ഹിസ് എസ്സേ ദ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം. ദ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം എന്ന എസ്സേയിൽ ജെ മിഡിൽട്ടൺ മുറേക്ക് ഒരു റിപ്ലൈ എന്നുള്ള രീതിയിലാണ് ദ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അദ്ദേഹം എഴുതിയത്. സോ ദെൻ എലിയട്ടിന്റെ ഈ ഒരു എസ്സേയിൽ this is the earliest of Eliot's major critical essays and the most famous among his critical works. In this essay, Eliot puts forward the theory of impersonality in poetry, which is to be achieved first through the poet's submission to tradition and secondly through the extinction of his own personality. So, ee or essay അദ്ദേഹം ഇംപേഴ്സണാലിറ്റി തിയറി പുട്ട് ഫോർവേഡ് ചെയ്തു. ആൻഡ് ഓൾസോ അദ്ദേഹം പറയുന്നത് പോയറ്റ് ഹി മസ്റ്റ് ബി സബ്മിസീവ് ടു ട്രഡിഷൻ ആൻഡ് ഓൾസോ ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ഹിസ് ഓൺ പേഴ്സണാലിറ്റി. ട്രഡിഷൻ അറിഞ്ഞിരിക്കണം, അതുപോലെ പേഴ്സണാലിറ്റി എക്സ്റ്റിങ്ക്റ്റ് ആക്കുക മീൻസ് ഇംപേഴ്സണൽ, അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. സോ Eliot begins the essay by pointing out that the word tradition is generally used in English as a term of censure. It is rarely used in appreciative criticism. The English generally praise a poet for the essentially individual aspects of his work. The tendency is to dwell upon the poet's difference from his predecessors, especially from his immediate predecessors, and to emphasize the uniqueness of his poetry. But an unprejudiced approach will lead us to the conclusion that the most individual part of a poet's work may be those which reveal the maximum influence of the past writers, those in which the dead poets, his ancestors, assert their immortality most vigorously.
What Eliot means is that a poet's originality consists in his capacity to absorb the spirit in which his predecessors wrote. സോ അദ്ദേഹം ഒരു ഇതില് മൊത്തത്തില് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഈ ട്രഡിഷൻ എന്നതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ എസ്സേ ബിഗിൻ ചെയ്യുന്നത്. സോ ട്രഡിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സാധാരണയായിട്ട് ഇംഗ്ലീഷ് എങ്ങനെയാണ് ഒരു പോയറ്റിനെ പ്രൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അയാളുടെ ആ ഒരു ഇൻഡിവിജ്വൽ ആസ്പെക്ട്സ്, ആ ഒരു യുണീക്നെസ്സിനെയാണ് പ്രൈസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വെൻ ദ പോയറ്റ് ഇസ് യുണീക്ക് ഓഫ് ഹിസ് പോയട്രി, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ പോയറ്റ് എങ്ങനെ അദ്ദേഹത്തിന്റെ പ്രിഡിസിസേഴ്സിൽ നിന്ന് ഡിഫറെന്റ് ആവുന്നു, പ്രത്യേകിച്ച് അയാളുടെ തൊട്ട് മുന്നേ ഉള്ള പ്രിഡിസിസേഴ്സ്, ഈ റൈറ്ററിന്റെ തൊട്ട് മുന്നേ ഉള്ള റൈറ്റേഴ്സിനെ വെച്ചായിരിക്കും മിക്കവാറും പ്രസന്റ് റൈറ്റേഴ്സിനെ കമ്പയർ ചെയ്യുന്നത്. സോ അവരിൽ നിന്ന് എങ്ങനെ ഈ റൈറ്റർ യുണീക്ക് ആവുന്നു, അതിനനുസരിച്ചാണ് ആ റൈറ്ററിനെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത്. സോ എലിയട്ട് പറയുന്നു അതൊരു റോങ് ടെൻഡൻസി ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു റൈറ്ററിന്റെ യുണീക്നെസ്, അയാളുടെ പോയട്രിയുടെ യുണീക്നെസ് വെച്ചുകൊണ്ടല്ല ഒരു റൈറ്ററിനെ ജഡ്ജ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഈ റൈറ്റർ എങ്ങനെയായിരിക്കണം, ആൻഡ് അദ്ദേഹം പറയുന്നത് ഒരു സാധാരണയായിട്ട് ആൾക്കാർ എങ്ങനെയായിരിക്കും ഈ പ്രിഡിസിസേഴ്സിൽ നിന്ന് എങ്ങനെ ഡിഫറെന്റ് ആവുന്നു എന്നതിനെ മാത്രമേ ആൾക്കാർ നോക്കുള്ളൂ. ആ ഒരു യുണീക്നെസ് ആണ് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. സോ then he continues, അദ്ദേഹം പറയുന്നത്, but an unprejudiced approach will lead us to the conclusion that the most individual parts of a poet's work may be those which reveal the maximum influence of the past writers, those in which the dead poets, his ancestors, assert their immortality most vigorously. സോ അദ്ദേഹം പറയുന്നത് ആക്ച്വലി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റർ ആ ഒരു പ്രിഡിസിസേഴ്സിന്റെ ഒക്കെ ഒരു സ്പിരിറ്റ് അബ്സോർബ് ചെയ്തിരിക്കണം. അയാളുടെ റൈറ്റിംഗ്സിൽ ആ ഒരു പാസ്റ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ട്രഡിഷൻ അവർ അബ്സോർബ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ഇമിറ്റേറ്റ് ചെയ്യുകയല്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഒരു അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ പോലും ആ ഒരു ട്രഡിഷൻ ഉണ്ടാവണം. എന്ന് വെച്ചാൽ അയാളുടെ ഇൻഡിവിജ്വാലിറ്റി അതെന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഇൻ ഹിസ് പവർ ടു കണ്ടിന്യൂ ടു ഡെവലപ്പ് ദ പാറ്റേൺ ഓഫ് ട്രഡിഷൻ ലെഫ്റ്റ് ബൈ ദം. അയാളുടെ പ്രിഡിസിസേഴ്സ്, ഈ റൈറ്ററിന് മുന്നേ ഉള്ള റൈറ്റേഴ്സ് എന്തൊക്കെയാണോ ബാക്കി വെച്ചത് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ മാത്രമായിരിക്കണം ഇയാളുടെ റൈറ്റിംഗ്സ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുടങ്ങുന്നതല്ല ഒരു പോയട്രി, അത് നേരത്തെ ഉള്ള റൈറ്റേഴ്സ് നിർത്തിയെടുത്ത് നിന്ന് അതൊരു കണ്ടിന്യൂവേഷൻ, ഒരു കണ്ടിന്യൂയിങ് പ്രോസസ് ആണ് എന്നാണ് എലിയട്ട് പറയുന്നത്. സോ പണ്ടുള്ള റൈറ്റേഴ്സിന്റെ ആ ഒരു ക്വാളിറ്റീസ്, അവരുടെ ആ ഒരു സ്പിരിറ്റ് പുതിയ റൈറ്റേഴ്സ് അബ്സോർബ് ചെയ്യണം. പാസ്റ്റ് എന്ന് പറയുന്നത് അത് പെട്ടെന്ന് അങ്ങ് കളയാൻ പറ്റുന്നതല്ല. എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. ട്രൂ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി എ ഡെവലപ്മെന്റ്. ഒറിജിനൽ എന്നതുകൊണ്ട് ഒരു ഡെവലപ്മെന്റ്, ആ നേരത്തേതിൽ നിന്നൊരു ഡെവലപ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ആ ഒരു ട്രഡിഷൻ വിട്ടുകളഞ്ഞിട്ട് പുതുമയിലേക്ക് കടക്കുകയല്ല വേണ്ടത്. എന്ന് വെച്ചാൽ ഒറിജിനാലിറ്റി എന്ന് പറയുമ്പം എന്താണ്, പണ്ടുള്ള റൈറ്റേഴ്സിനെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് മൊത്തം അവോയ്ഡ് ചെയ്ത് അങ്ങനെ പോകുന്നതല്ല. അതുപോലെ തന്നെ അവരെ മിയർ ഇമിറ്റേറ്റ് ചെയ്യുന്നതും അല്ല. ട്രഡിഷൻ എന്നതുകൊണ്ട് പണ്ടുള്ള റൈറ്റേഴ്സിനെ അല്ലെങ്കിൽ പാസ്റ്റ് ലിറ്ററേച്ചറിനെ മനസ്സിലാക്കിയിരിക്കുക, പാസ്റ്റ് ലിറ്ററേച്ചറിനെ അതിന്റെ ആ ഒരു സ്പിരിറ്റ് മനസ്സിലാക്കിയിരിക്കുക, അതിനെ അബ്സോർബ് ചെയ്യുക. അതാണ് ട്രഡിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് മീൻ എ ബ്ലൈൻഡ് അഡ്യൂറൻസ് ടു ദ സക്സസ് ഓഫ് ദ ഡെഡ് പോയറ്റ്സ്. പണ്ടുള്ള പോയറ്റ്സിനെയോ റൈറ്റേഴ്സിനെയോ ഒക്കെ അവരുടെ വിജയങ്ങൾ, അവരുടെ സക്സസസ്, അവരുടെ റൈറ്റിംഗ്സിനെ കംപ്ലീറ്റ്ലി അതിൽ അഡിയർ ചെയ്യുക എന്നല്ല, അത് കംപ്ലീറ്റ്ലി ആ ഒരു ഇമിറ്റേറ്റ് ചെയ്യുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതുപോലെ അതിനെ മൊത്തം ഉപേക്ഷിക്കുകയും ചെയ്യരുത്. എന്ന് വെച്ചാൽ ആ പഴയ റൈറ്റേഴ്സ് അവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, അത് ഇൻഹെറിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് എങ്ങനെയാണ്, അവരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ വളരെ വലുതാണ്. അത് വളരെയധികം കഷ്ടപ്പെട്ട് മാത്രമേ പുതിയ റൈറ്റേഴ്സിന് അത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. സോ പണ്ടുള്ള റൈറ്റേഴ്സിന്റെ ആ ഒരു ഗ്രേറ്റ്നെസ് ഒക്കെ ഇറ്റ് കനോട്ട് ബി ഇൻഹെറിറ്റഡ്, ഇറ്റ് കൻ ഓൺലി ബി അക്വയർഡ് ബൈ ഗ്രേറ്റ് ലേബർ. വളരെയധികം കഠിനാധ്വാനത്തിലൂടെ മാത്രമേ അത് ആ പണ്ടുള്ള റൈറ്റേഴ്സിന്റെ ആ ഒരു സക്സസ് എല്ലാം പുതിയ റൈറ്റേഴ്സിന് അക്വയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. So tradition എന്നതുകൊണ്ട് it involves the historical senses. That is the sense that many of the essential things of the past have an indispensable relevance to the present. The historical sense means not only a sense of things that as they happened in the past,
but also a sense of their relevance in the present. It is a sense of the timeless as well as of the temporal. It only gives the writer a proper consciousness of the past, but makes him conscious of his own contemporaneity. It creates in him a feeling that the whole European literature has a simultaneous existence, composing a simultaneous order. The literature of a language is like a living organism. The work done by the dead writers is as the work of a living writer and his contemporaries. In the awareness of the writer, the poetry of the past and the poetry of the present coexist. It is this awareness that intensifies his sensibility and poetic vision. The conscious present is nothing but a proper awareness of the past. Thus, a sense of tradition implies the recognition of the continuity of a literature and a scholarly estimate of the past and present literature. സോ ഒരു റൈറ്ററിന് ഹിസ്റ്റോറിക്കൽ സെൻസ് ഉണ്ടാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് മാത്രമല്ല, അത് എങ്ങനെയാണ് അതിന്റെ പണ്ട് നടന്ന അല്ലെങ്കിൽ ആ പണ്ടത്തെ ആ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ പണ്ടുള്ള വർക്ക്സ് ഒക്കെ അതെങ്ങനെയാണ് പ്രസന്റിൽ റെലവെന്റ് ആയിരിക്കുക എന്നത് കൂടെ മനസ്സിലാക്കിയിരിക്കുക. സോ ഹിസ്റ്റോറിക്കൽ സെൻസ് ഒരു റൈറ്ററിന് ഉണ്ടാവണം. ഒരു കണ്ടംപററി റൈറ്റർ ഇപ്പോ എഴുതുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് ഹിസ്റ്റോറിക്കൽ സെൻസ് ഉണ്ടാവണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് പണ്ടുള്ള ആ ഒരു നേരത്തെയുള്ള പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് അറിവുണ്ടാവണം, അതുപോലെ തന്നെ അത് പ്രസന്റിൽ എങ്ങനെയാണ് റെലവെന്റ് ആവുന്നത് എന്നത് കൂടി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. അത് ആ ഒരു ആ ടൈംലെസ്നെസ് എന്ന് വെച്ചാൽ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് എന്ന് ഈ റൈറ്റർ മനസ്സിലാക്കിയിരിക്കണം. സോ അങ്ങനെ വരുമ്പോഴേക്കും റൈറ്ററിന് ആ ഒരു പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ്നെസ് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ടംപററി ആയിട്ടുള്ള ആ ഒരു കാര്യവും അദ്ദേഹത്തിന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴേക്കും ഹോൾ യൂറോപ്യൻ ലിറ്ററേച്ചർ ഒരു സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. സോ ആ ഒരു നേരത്തെയുള്ള റൈറ്റേഴ്സിന്റെ എല്ലാം വർക്ക് എന്ന് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് ഇപ്പോഴത്തെ ലിറ്ററേച്ചറിന് ആയിട്ട് എങ്ങനെയാണ് റെലവെന്റ് ആവുന്നത്, അത് കണ്ടിന്യൂ ചെയ്ത് വരികയാണ് എന്ന് മനസ്സിലാവണം. ആൻഡ് ഓൾസോ റൈറ്റർ എന്ത് മനസ്സിലാക്കണം, ഇപ്പോഴുള്ള റൈറ്റിംഗ്സും ഇപ്പോഴുള്ള പോയട്രിയും നേരത്തെയുള്ള പോയട്രിയും കോ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് റൈറ്റർ മനസ്സിലാക്കണം. ദ പോയട്രി ഓഫ് ദ പാസ്റ്റ് ആൻഡ് ദ പോയട്രി ഓഫ് ദ പ്രസന്റ് കോ എക്സിസ്റ്റ്. സോ ആ ഒരു അവയർനെസ് ഉണ്ടായാൽ മാത്രമേ റൈറ്ററിന് ആ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ ഒരു പ്രോപ്പർ അവയർനെസ് ഓഫ് ദ പാസ്റ്റ് അത് കണ്ടിന്യൂ ചെയ്ത് വരികയാണ് എന്നും കൂടെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. സോ ആ ഒരു continuity of literature, thus a sense of tradition implies the recognition of the continuity of literature and a scholarly estimate of the past and present literature. ഒരു റൈറ്റർ എന്ത് മനസ്സിലാക്കിയിരിക്കണം, ആ ഒരു ലിറ്ററേച്ചർ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പ്രോസസ്സാണ്. അതൊരു ഇംപ്രൂവ്മെന്റ് മാത്രമാണ്. നേരത്തെ ഉള്ളതിൽ നിന്നൊരു ഇംപ്രൂവ്മെന്റ്, ഒരു ഡെവലപ്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എപ്പോഴും റൈറ്റർ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ലിറ്ററേച്ചർ, പണ്ടുള്ള ലിറ്ററേച്ചറും ഇപ്പോഴുള്ള ലിറ്ററേച്ചറും അത് ഒരുപോലെ മനസ്സിലാക്കിയിരിക്കണം. പാസ്റ്റിൽ നിന്നൊരു കണ്ടിന്യൂവേഷൻ മാത്രമാണ് പ്രസന്റ് എന്നും മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒരു റൈറ്റർ ഒരിക്കലും ഒരു എലോൺ ആയിട്ടുള്ള ഒരു ഇന്റഗ്രിറ്റി അല്ല, അങ്ങനെ മനസ്സിലാക്കിയിരിക്കണം. അതൊരു കണ്ടിന്യൂവേഷൻ മാത്രമാണ്. റൈറ്റർ എപ്പോഴും റൈറ്ററിനെ it must be understood that no poet has a complete meaning alone. ഒരു പോയറ്റും എലോൺ നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ ജഡ്ജ് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത് ഐസൊലേഷനിലല്ല, അയാളെ മാത്രമായിട്ടായിരിക്കില്ല ജഡ്ജ് ചെയ്യുന്നത്. He cannot be evaluated or appreciated in isolation. We must set him for contrast and comparison among the dead. His appreciation is the appreciation of his relation to the dead poets. The poet's conformity to tradition is not one-sided. While his work embodies a spirit of tradition, the tradition itself is modified by the introduction of the new work. Eliot explains that existing literary works form a perfect pattern among themselves. It is this pattern that gets readjusted by the introduction of a new work of art. This constant interrelation between the old and the new constitutes the vital current of literature. The past, therefore, is altered by the present,
as much the present is directed by the past. It follows therefore that a poet is to be judged by the standards of the past. So ഒരു പോയറ്റ് ഒരിക്കലും ഒരു സിംഗിൾ എൻറ്റിറ്റി ആണ് എന്ന് പറയാൻ പറ്റില്ല. അയാളെ എന്താണ്, അയാൾ മാത്രമായിട്ട് ഒരു കംപ്ലീറ്റ് മീനിങ് എടുക്കാൻ പറ്റില്ല. അയാളെ ഐസൊലേഷനിൽ ഇവാലുവേറ്റ് ചെയ്യാനോ അപ്രിഷിയേറ്റ് ചെയ്യാനോ പറ്റില്ല. അയാളെ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? ഒരു റൈറ്ററിനെ, ഒരു പ്രസന്റ് റൈറ്ററിനെ നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്യാൻ കമ്പയർ ചെയ്യുന്നതും എങ്ങനെയാണ്? വിത്ത് ദ പാസ്റ്റ്, അമംഗ് ദ ഡെഡ് എന്ന് വെച്ചാൽ വിത്ത് ദ പാസ്റ്റ് റൈറ്റേഴ്സുമായിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ആ ഒരു പാസ്റ്റ് ട്രഡീഷനുമായിട്ടായിരിക്കും നമ്മൾ റൈറ്റേഴ്സിനെ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഒരു റൈറ്റർ മെച്ചമാണ്, ഒരു റൈറ്റർ ഗുഡ് ആണ് അല്ലെങ്കിൽ ബാഡ് ആണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടല്ല, അയാളുടെ വർക്ക്സ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടല്ല നമ്മൾ പറയുന്നത് അയാളുടെ വർക്ക് നല്ലതാണ് അല്ലെങ്കിൽ അയാളുടെ വർക്ക് മോശമാണ് എന്ന് പറയുന്നത്. അയാളുടെ വർക്കിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടല്ല, പകരം എങ്ങനെയാണ് ആ റൈറ്ററിന്റെ വർക്കിനെ നമ്മൾ പാസ്റ്റ് വർക്ക്സുമായിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ് വി ഹാവ് ടു ജഡ്ജ് വെദർ ഹിസ് വർക്ക് മസ്റ്റ് ബി അപ്രിഷിയേറ്റഡ് ഓർ നോട്ട്. ആ റൈറ്ററിന്റെ വർക്ക് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണോ അല്ലയോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നത് while we compare it to the past works. നേരത്തെ ഉള്ള റൈറ്റേഴ്സിന്റെ വർക്ക്സുമായിട്ട് we have to compare it and contrast it with the earlier works. Then only we can appreciate or evaluate his works. അയാളുടെ വർക്ക് നമ്മൾ എപ്പോഴും പാസ്റ്റ് റൈറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഈ ഒരു എന്താണ് ആ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത്, ഒരു പാറ്റേൺ, ഒരു പെർഫെക്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ലിറ്റററി വർക്ക്സ്, അതൊരു പെർഫെക്റ്റ് പാറ്റേൺ ആണ് എന്ന് പറയുമ്പോഴും ആ പാറ്റേൺ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു അറേഞ്ച്മെന്റ് വരികയാണെങ്കിൽ, അതൊരു പുതിയ വർക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു പ്രസന്റിൽ ഒരു പുതിയ വർക്ക് എഴുതുന്നത് അതെങ്ങനെയാണ്? അത് വരുമ്പോഴേക്കും ആ ലിറ്റററി വർക്ക്സിന്റെ ആ ഒരു എക്സിസ്റ്റിംഗ് പാറ്റേൺ മൊത്തം മാറും അല്ലേ? സോ പ്രസന്റിൽ ഒരു വർക്ക് വന്നാൽ പോലും പാസ്റ്റ് തൊട്ടുള്ള ആ ഒരു വർക്ക്സിൽ ഒരു റീ അറേഞ്ച്മെന്റ് ആണ് ഉണ്ടാവുന്നത്. എപ്പോഴും ഓൾഡും ന്യൂവുമായിട്ട് അത് അറേഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു വർക്ക് വരുമ്പം തൊട്ട് മുമ്പ് ഇറങ്ങിയത് അത് പുറകിലോട്ട് പാസ്റ്റിലോട്ട് മാറും. എപ്പോഴും അത് റീ അഡ്ജസ്റ്റ് ചെയ്ത് റീ അറേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ എപ്പോഴും പാസ്റ്റും ഓൾട്ടർ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ബൈ ദ പ്രസന്റ് റൈറ്റേഴ്സ് എഴുതുന്ന വർക്ക്സ് കൊണ്ട് പാസ്റ്റ് വർക്ക്സ് കൂടെ ഓൾട്ടർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ചേഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സോ നമ്മൾ ആ ഒരു പ്രസന്റും ഇറ്റ് ഈസ് ഡിറക്റ്റഡ് ബൈ ദ പാസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രസന്റ് റൈറ്റിംഗ്സ് പോകുന്നത്. സോ a poet is to be judged by the standards of the past. എപ്പോഴും എന്താണ് ഒരു പോയറ്റിനെ ജഡ്ജ് ചെയ്യുന്നത് പണ്ടുള്ള ആ ഒരു റൈറ്റേഴ്സ്, ആ ഒരു പാസ്റ്റ് സ്റ്റാൻഡേർഡ് വെച്ചായിരിക്കും എപ്പോഴും ഒരു റൈറ്ററിനെ ജഡ്ജ് ചെയ്യുന്നത്. ഒരു പോയറ്റിനെ ജഡ്ജ് ചെയ്യുന്നത് അയാൾക്ക് മുന്നേ ഉള്ള വർക്ക്സ് വെച്ചിട്ടായിരിക്കും അയാളെ ജഡ്ജ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു വർക്ക് മാത്രമായിട്ട് എടുത്തിട്ട്, ഇപ്പൊ എലിയട്ടിന്റെ ദ വേസ്റ്റ് ലാൻഡ് മാത്രം എടുത്തിട്ടായിരിക്കില്ല ആ റൈറ്ററിനെ ജഡ്ജ് ചെയ്യുക. ആ റൈറ്ററിന് മുന്നേ വന്നിട്ടുള്ള വർക്ക്സ് അതെങ്ങനെയാണ്, അതിനേക്കാളും ഇതെങ്ങനെയാണ് എന്ന് മാത്രമേ അതിനെ ജഡ്ജ് ചെയ്യുള്ളൂ. നേരത്തെ വന്ന വർക്ക്സിനേക്കാളും ഇത് മെച്ചമാണോ മോശമാണോ അങ്ങനെയുള്ള രീതിയിലായിരിക്കും ഒരു വർക്ക് ഓഫ് ആർട്ട് ജഡ്ജ് ചെയ്യപ്പെടുന്നത്. ആൻഡ് അതിന്റെ അതുപോലെ തന്നെ ഒരു വർക്ക് ഓഫ് ആർട്ടിന്റെ വാല്യൂ അതെങ്ങനെയാണ് നോക്കുന്നത്? ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് കൺഫർമിറ്റി ടു ട്രഡിഷൻ. റിയൽ കൺഫർമിറ്റി ആൻഡ് റിയൽ ഇൻഡിവിജ്വാലിറ്റി ഓൾവേസ് ഗോ ടുഗെദർ. Eliot now proceeds to a more intelligible exposition of the poet's relation to the past. In order to acquire a sense of tradition, the poet cannot take the past as a lump or make a study only of a few preferred poets or a single preferred period. He must be conscious of the main current of tradition. He must realize that the most distinguished poet may not always be the true representative of tradition. He must also take note of the fact that art never improves and that the material of art is never quite the same. That is, the art of one period is not an improvement on the art of another period, but the material of art changes from age to age. This change is not an improvement but merely a development. The poet should therefore be aware not only of the main current of tradition, but also of the changing mind of his own country and of Europe, a change which is brought about by socio-political changes. This awareness of the living organism of tradition does not abandon anything significant. Shakespeare, Homer,
and the rock drawing of the Magdalene and Draughtsman, that means artists of the late Paleolithic period, all find a due place in it. സോ അദ്ദേഹം പിന്നീട് പറയുന്നത് ഒരു വർക്ക് ഓഫ് ആർട്ട് അതിന്റെ വാല്യൂ നോക്കുന്നത് ട്രഡീഷനുമായിട്ടുള്ള കൺഫർമിറ്റി വെച്ചിട്ടാണ്. എന്നുവെച്ചാൽ എപ്പോഴും ഈ ഇൻഡിവിജ്വാലിറ്റിയും ആ ഒരു ട്രഡീഷൻ അതെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് പോയറ്റ് എപ്പോഴും എന്താണ് അയാളുടെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്നത് അയാളുടെ പാസ്റ്റുമായിട്ടുള്ള റൈറ്റിംഗ് അയാളുടെ പാസ്റ്റുമായിട്ടുള്ള റിലേഷനെ കീപ്പ് അപ്പ് ചെയ്തുകൊണ്ടായിരിക്കും, അതിനെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും. സോ എപ്പോഴും ഏതെങ്കിലും കുറച്ച് പ്രിഫേർഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിഫേർഡ് ആയിട്ടുള്ള പീരിയഡ് മാത്രം നോക്കിയിട്ടായിരിക്കില്ല പാസ്റ്റ് നോക്കുന്നത്. എന്നുവെച്ചാൽ പാസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മൊത്തത്തിൽ ആ ഒരു മെയിൻ കറണ്ട് ഓഫ് ട്രഡിഷൻ എന്താണ് എന്ന് റൈറ്റർ മനസ്സിലാക്കിയിരിക്കണം. നേരത്തെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കുറച്ച് റൈറ്റേഴ്സിന് അയാൾക്ക് പ്രിയപ്പെട്ട കുറച്ച് റൈറ്റേഴ്സിനെ എടുത്തു വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പീരിയഡ് എടുത്തു വെച്ചിട്ടോ അങ്ങനെയല്ല പാസ്റ്റ് ട്രഡിഷൻ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. ആ ഒരു ട്രഡിഷൻ അതിന്റെ ഒരു മെയിൻ കറണ്ട് എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് എപ്പോഴും അദ്ദേഹം റൈറ്റർ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഏറ്റവും ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു പോയറ്റ് എന്ന് പറയുന്നത് ഹി മസ്റ്റ് ബി ദ ട്രൂ റെപ്രസെന്റേറ്റീവ് ഓഫ് ട്രഡിഷൻ. ഏറ്റവും ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ എപ്പോഴും ഒരു ട്രഡിഷനെ കുറിച്ച്, ട്രഡിഷന്റെ ഒരു ഏറ്റവും നല്ല റെപ്രസെന്റേറ്റീവ് തന്നെയായിരിക്കും. ആർട്ട് ഒരിക്കലും ഇംപ്രൂവ് ചെയ്യുകയല്ല, ഒരു റൈറ്ററിൽ നിന്ന് മറ്റൊരു റൈറ്ററിലേക്ക് വരുമ്പം ഇംപ്രൂവ് ചെയ്യല്ല, അതൊരു മിയർ ഡെവലപ്മെന്റ് മാത്രമാണ് എന്നാണ് TS Eliot പറയുന്നത്. ആൻഡ് അത് ഇംപ്രൂവ്മെന്റ് മാത്രമായിട്ട് നമുക്ക് അതിനെ എന്താണ് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോയട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. സോ റൈറ്റർ എപ്പോഴും ആ ഒരു മെയിൻ കറണ്ട് ഓഫ് ട്രഡിഷൻ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അതുപോലെ തന്നെ ആൾക്കാരുടെ മനസ്സ് എങ്ങനെ മാറുന്നു, സിസ്റ്റം എങ്ങനെ മാറുന്നു, സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, ചേഞ്ച് എന്താണ്, ആൾക്കാരുടെ മനസ്സിലുണ്ടാവുന്ന ചേഞ്ച് എന്താണ്, അതെല്ലാം ഒരു റൈറ്റർ മനസ്സിലാക്കിയിരിക്കണം. നേരത്തെയുള്ള റൈറ്റേഴ്സ് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ പാസ്റ്റ് റൈറ്റേഴ്സ് ഹു അക്വയർഡ് ഗ്ലോറി, പാസ്റ്റ് റൈറ്റേഴ്സ് ഈ ട്രൂ റെപ്രസെന്റേറ്റീവ് ഓഫ് ട്രഡിഷൻ, അങ്ങനെയുള്ള പാസ്റ്റ് റൈറ്റേഴ്സ് എന്ന് വെച്ചാൽ പാസ്റ്റ് റൈറ്റേഴ്സ് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ട്രഡിഷൻ മനസ്സിലാക്കി എഴുതിയിരിക്കുന്ന ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് എല്ലാവരും തന്നെ എങ്ങനെയാണ്, അവര് ട്രഡിഷൻ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്ന റൈറ്റേഴ്സ് ആണ്. അവര് മുന്നേ ഉള്ള റൈറ്റേഴ്സിന്റെ ആ ഒരു റൈറ്റേഴ്സിനെ കുറിച്ചും പീരിയഡ്സിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ട്രഡിഷൻ, ആ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് മനസ്സിലാക്കിയിരിക്കുന്ന റൈറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് മാറുന്ന ആ ഒരു കറണ്ട്, ആ ഒരു ട്രെൻഡ് കൂടെ റൈറ്റേഴ്സ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചസ്, എങ്ങനെയാണ് ആൾക്കാരുടെ മനസ്സ് മാറുന്നത്, ആ ഒരു കറണ്ട് ട്രെൻഡ് എന്താണ് എന്നുകൂടെ ഒരു റൈറ്റർ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ, എല്ലാ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സും അത് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ വർക്ക്സ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ആ ഒരു റൈറ്റർ ട്രഡിഷൻ എന്താണ് ഈ ദ കൺഫോമിറ്റി ടു ട്രഡിഷൻ എന്ന് നമുക്ക് അങ്ങനെ മാത്രമേ മനസ്സിലാക്കാം, അങ്ങനെ മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റൂ. സോ ഇത് ഒരു എന്താണ് ഒരു ഇംപ്രൂവ്മെന്റ് മാത്രമല്ല, ഒരു ഇംപ്രൂവ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ്, അതൊരു ഡെവലപ്മെന്റ് ആണ്. സോ നമ്മൾ എപ്പോഴും എങ്ങനെയാണ്, we must have a proper awareness of the past. The writer must possess a proper awareness of the past. ആൻഡ് റൈറ്റർ എപ്പോഴും എങ്ങനെയായിരിക്കണം, ഈ പാസ്റ്റിനെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതർവൈസ് അയാൾ എങ്ങനെയാണ് പാസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കണം, അത് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്, പാസ്റ്റിൽ നിന്ന് അത് പ്രസന്റിലേക്ക് കണ്ടിന്യൂ ചെയ്ത് വരികയാണ് എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. സോ പിന്നീട് ആ ഒരു പാസ്റ്റ് എങ്ങനെയാണ് പിന്നീട് അടുത്തടുത്ത ഓരോ ജനറേഷനിലേക്ക് അത് എങ്ങനെ വന്നിരിക്കുന്നു എന്നത് കൂടി മനസ്സിലാക്കിയിരിക്കണം. As the conscious present is fundamentally a proper awareness of the past and is different from the past awareness of itself, the writers of the present can have a better awareness or understanding of the past. In other words, the understanding shown by succeeding generations is always better than contemporary awareness. The passage of time enables the present to look upon the past and evaluate it in a better perspective. So this is the advantage the present enjoys over the past.
The remoteness of the past enables us to make a proper objective assessment. Our entire knowledge of the past is derived from the dead writers. So a writer can never ignore the past writers. He must have a proper understanding of their works. A usual objection to this doctrine is that it demands the poet to acquire a ridiculous amount of erudition. It may be argued that much learning deadens or perverts poetic sensibility. But an understanding of tradition does not mean pedantry or erudition. It means gaining essential knowledge. Gaining essential knowledge is most important thing in one's absorption of tradition. Some can achieve it very easily. Shakespeare can be cited as the best example. From a single book like Plutarch's Lives, he could learn more essential history than most men could from all the books in British Museum. A poet's prime duty is to develop the consciousness of the past and to continue to develop the same throughout his career. He must surrender himself to this consciousness or sense of tradition, which is more valuable than himself. The progress of an artist is thus a continual self-sacrifice, a continual extinction of personality, or a continual depersonalization. സോ എന്താണ് പാസ്റ്റ് നോളജ് എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. പാസ്റ്റ് നോളജ്, ഒരു റൈറ്ററിന്റെ പാസ്റ്റ് നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിറൈവ് ഫ്രം ദ ഡെഡ് റൈറ്റേഴ്സ്, വിച്ച് മീൻസ് ഹി ഹാവ് ടു ഡിറൈവ് ഇറ്റ് ഫ്രം ദ പാസ്റ്റ് റൈറ്റേഴ്സ് ആൻഡ് ഓൾസോ ഫ്രം ദ പാസ്റ്റ് വർക്ക്സ്. He must have a proper understanding of the writer's works. പണ്ടുള്ള റൈറ്റേഴ്സിന്റെയൊക്കെ വർക്ക്സ്, അതിനെ കുറിച്ചൊക്കെ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഒരു റൈറ്ററിന് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു റൈറ്ററിന് ഹിസ്റ്റോറിക്കൽ സെൻസ് ഉണ്ടാവണം, പാസ്റ്റ് റൈറ്റേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, പാസ്റ്റ് റൈറ്റേഴ്സിന്റെ വർക്ക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുമ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈന്യൂട്ട് ആയിട്ടുള്ള പെഡാൻട്രിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അങ്ങനെയല്ല പറയുന്നത്. എന്ന് വെച്ചാൽ മൈന്യൂട്ട് ആയിട്ടുള്ള സിംഗിൾ കാര്യങ്ങളും അതിനെക്കുറിച്ച് എല്ലാം ഡീപ്പായിട്ടുള്ള നോളജ് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളെ കുറിച്ചും പണ്ടുള്ള ആ ഒരു പാസ്റ്റ്, ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് മൊത്തത്തിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ മനസ്സിലാക്കിയിരിക്കണം എന്നല്ല പറയുന്നത്. ഇറ്റ് മീൻസ് ഗെയിനിങ് ഇസെൻഷ്യൽ നോളജ്. എന്താണ് റൈറ്ററിന് ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് വേണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ റൈറ്റർ മസ്റ്റ് ഗെയിൻ സം എസെൻഷ്യൽ നോളജ് അബൌട്ട് ദ പാസ്റ്റ്. പാസ്റ്റിനെ കുറിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു റൈറ്റർ അറിഞ്ഞിരിക്കണം. ഒരു ദാറ്റ് ജോണർ ഓഫ് റൈറ്റിംഗ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു, എങ്ങനെയാണത് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഇംപ്രൂവ് ചെയ്ത് വരുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്ന് റൈറ്റർ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഡെവലപ്മെന്റിന് കാരണമായിട്ടുള്ള റൈറ്റേഴ്സിനെയും. സോ അത്തരത്തിലുള്ള ഇസെൻഷ്യൽ ആയിട്ടുള്ള നോളജ് ഒരു റൈറ്ററിന് ഉണ്ടാവണം. സോ ആ ഒരു ഇസെൻഷ്യൽ നോളജ് ഗ്യാദർ ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു റൈറ്റർ ട്രഡിഷൻ അറിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹി മസ്റ്റ് പൊസസ് ദാറ്റ് ഇസെൻഷ്യൽ നോളജ് ഓഫ് ദ പാസ്റ്റ്. സോ ചിലർക്ക് ആ ഒരു എസെൻഷ്യൽ നോളജ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇവിടെയും അദ്ദേഹം ഷേക്സ്പിയറിന്റെ എക്സാമ്പിൾ പറയുന്നു. ഷേക്സ്പിയർ ഒരു പ്ലൂട്ടാർക്സ് ലൈവ്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ബുക്കിലാണ്, അതിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു എസെൻഷ്യൽ ഹിസ്റ്ററി മനസ്സിലാക്കിയെടുത്തത്. ചില ആൾക്കാര് ബ്രിട്ടീഷ് മ്യൂസിയത്തിലുള്ള ബുക്സ് എല്ലാം പഠിച്ചായിരിക്കും ആ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കുന്നത്. പക്ഷെ ഷേക്സ്പിയറിന് ചില ആൾക്കാർക്ക് ദേ ക്യാൻ അച്ചീവ് ഇറ്റ് വെരി ഈസിലി. ഷേക്സ്പിയർ ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. സോ ഒരു പോയിറ്റിന്റെ പ്രൈം ഇമ്പോർട്ടന്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു കോൺഷ്യസ്നെസ് ഓഫ് പാസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ആൻഡ് അത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അതും അങ്ങനത്തെ ഒരു സ്ട്രെങ്ത് കൂടി അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുക്കണം. ഹി ഹാവ് ടു കണ്ടിന്യൂ ടു ഡെവലപ്പ് ദ സെയിം ദാറ്റ് കോൺഷ്യസ്നെസ് ഓഫ് ദ പാസ്റ്റ് ത്രൂ ഔട്ട് ഹിസ് കരിയർ. ആ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ആ ഒരു സെൻസ് ഓഫ് ട്രഡിഷൻ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അയാൾ കൺസിഡർ ചെയ്യണം. അയാളുടെ റൈറ്റിംഗിൽ ആ ഒരു ട്രഡിഷൻ, ഹിസ്റ്റോറിക്കൽ സെൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് ആ ഒരു കണ്ടിന്യൂവൽ എക്സ്റ്റിങ്ഷൻ ഓഫ് പേഴ്സണാലിറ്റി, that means a continual depersonalization. impersonal എന്ന് പറയുന്നത് അവിടെയാണ്. അദ്ദേഹം ആ ഒരു ഇംപേഴ്സണാലിറ്റി കൊണ്ടുവരുന്നത് അവിടെയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പിന്നീട് എന്ത് പറയുന്നു, റൈറ്റർ എപ്പോഴും he must surrender himself to the consciousness or sense of tradition which is more valuable than himself. അയാളെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റൈറ്റർ കൺസിഡർ ചെയ്യേണ്ടത് ദാറ്റ് കോൺഷ്യസ്നെസ് ഓർ സെൻസ് ഓഫ് ട്രഡിഷൻ, ദാറ്റ് ഹിസ്റ്റോറിക്കൽ സെൻസ്, അതിനെ ആയിരിക്കണം റൈറ്റർ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്.
ആൻഡ് റൈറ്റർ അതൊരു കണ്ടിന്യൂവൽ സെൽഫ് സാക്രിഫൈസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് എ കണ്ടിന്യൂവൽ എക്സ്റ്റിങ്ഷൻ ഓഫ് പേഴ്സണാലിറ്റി, ഡീപേഴ്സണലൈസ്ഡ് ആവുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഇമോഷൻസ്, അദ്ദേഹത്തിന്റെ ഫീലിങ്സ് അത് വളരെയധികം റൈറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതാണ് അദ്ദേഹം അടുത്ത സെക്ഷനിൽ പറയുന്നത്. ഡീപേഴ്സണലൈസേഷൻ എന്താണ് എന്നാണ് അടുത്ത നെക്സ്റ്റ് സെക്ഷനിൽ അദ്ദേഹം പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. Yes, ma'am. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? Yes, ma'am. ആവുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ Yes, ma'am. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. സോ നമുക്ക് അടുത്ത പാർട്ടിൽ ആ ഒരു ഡീപേഴ്സണലൈസേഷൻ എന്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഡീപേഴ്സണലൈസേഷൻ, ഇംപേഴ്സണൽ എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. യെസ് യെസ് എന്താണ്? കണ്ടിന്യൂ ചെയ്യട്ടെ ഞാൻ? Can you hear me? Yes, ma'am. We can hear you. Okay, ഞാൻ പറയട്ടല്ലോ. Yes, ma'am. Yes, ma'am. Okay. Essayയുടെ അടുത്ത സെക്ഷനിൽ he defined this personalization. Personalization എന്താണ്? A process in which art approaches the condition of science. A suggestive analogy is therefore the action which takes place when a bit of platinum is introduced into a chamber containing oxygen and sulfur dioxide. So അതിന് അദ്ദേഹം ഒരു അനാലജി കൊണ്ടുവരുന്നു. ഒരു പ്ലാറ്റിനം, ആ ഒരു ബിറ്റ് ഓഫ് പ്ലാറ്റിനം ഒരു ചേംബറിൽ ഓക്സിജനും സൾഫർ ഡയോക്സൈഡും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചേംബറിലേക്ക് ഒരു ബിറ്റ് ഓഫ് പ്ലേറ്റിനം അദ്ദേഹം കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു ആക്ഷൻ, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അത് തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം പറയുന്നു, he begins the argument by an off-quoted statement that honest criticism and sensitive appreciation is directed not upon the poet but upon the poetry. This is Eliot's warning against biographical approach to criticism. He makes it clear that poetry is more important than the poet himself. The mature poet does not have a more interesting personality, but a mind which is a more finely perfected medium. For the poet's mind is a medium in which different feelings freely enter into new combinations. By referring to the chemical reaction between sulfur dioxide and oxygen in the presence of a platinum filament to form sulfuric acid, Eliot remarks that the mind of the poet acts exactly in the manner of the catalyst. The reaction takes place only in the presence of platinum, but the acid that is formed contains no trace of it, nor is the platinum filament in any way affected. It remains neutral and inert. The mind of the poet is the bit of platinum. So ഇവിടെ അദ്ദേഹം ഒരു അനാലജി പറയുന്നു. എന്താണ്? ഒരു ചേംബറിൽ അവിടെ എന്താണ് ഓക്സിജനും സൾഫർ ഡയോക്സൈഡും ഉണ്ട്. അതിൽ ഒരു പ്ലാറ്റിനം ഫിലമെന്റിന്റെ പ്രസൻസിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ. ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഈ സൾഫർ ഡയോക്സൈഡും ഓക്സിജനും പ്ലാറ്റിനം ഫിലമെന്റിന്റെ പ്രസൻസിൽ എന്തായി മാറുന്നു? സൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നു എന്നൊരു കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഫോമിങ് സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചേംബറിൽ ഓക്സിജനും സൾഫർ ഡയോക്സൈഡും ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ പ്ലാറ്റിനം ഫിലമെന്റ്. അങ്ങനെ സൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നു. അവിടെ ഈ പ്ലാറ്റിനം എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റിന്റെ ഇതിലാണ് ഇരിക്കുന്നത്. അതേപോലെ ആ പ്ലാറ്റിനത്തിന്റെ അതേ രീതിയാണ് റൈറ്ററിന്റെ മൈൻഡ് എന്നാണ് ടി.എസ്. എലിയട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ ഇവിടെ നടക്കുന്നത് പ്ലാറ്റിനത്തിന്റെ പ്രസൻസിലാണ്. പക്ഷെ അവിടെ ഫോം ചെയ്യുന്ന ആസിഡിന് ആ ഒരു പ്ലാറ്റിനത്തിന്റെ ട്രേസ് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ സൾഫ്യൂറിക് ആസിഡ് അത് ഫോം ചെയ്യുന്നു. സൾഫറിന്റെയും സൾഫർ ഡയോക്സൈഡിന്റെയും ഓക്സിജന്റെയും എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പ്ലാറ്റിനത്തിന്റെ പ്രസൻസിൽ സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാവുന്നു. ആ ഒരു പ്ലാറ്റിനം ഫിലമെന്റ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് സൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നു. പക്ഷേ
അത് ഫോം ചെയ്യുന്ന ആ ഒരു സൾഫ്യൂറിക് ആസിഡിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റിനത്തിന്റെ പ്രസൻസ് ഈ ആ റിയാക്ഷനിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ആ ഒരു ആസിഡിൽ ഇതിന്റെ ട്രേസ് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ആ ഒരു പ്ലാറ്റിനം ഫിലമെന്റ് എങ്ങനെയാണ്, ഒരു രീതിയിലും എഫക്ട് ചെയ്യുന്നില്ല. അതെപ്പോഴും ന്യൂട്രൽ ആയിരിക്കുന്നു, ഇനേർട്ട് ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഒരു പോയിറ്റിന്റെ മൈൻഡ് എന്നാണ് പറയുന്നത്. ആ ഒരു പ്ലാറ്റിനം പോലെ ആയിരിക്കണം ഒരു പോയിറ്റിന്റെ മൈൻഡ്. എന്ന് വെച്ചാൽ അതിനെ ഒരിക്കലും എഫക്ട് ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഒരു കാര്യം എഴുതുമ്പോൾ ആ ഒരു അദ്ദേഹത്തിന്റെ മൈൻഡിന്റെ ആ ഒരു റിയാക്ഷൻ അതിലുണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും അതിലുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ അത് അദ്ദേഹം തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ് ക്രിറ്റിസിസം ആൻഡ് സെൻസിറ്റീവ് അപ്രിസിയേഷൻ ഇസ് directed not upon the poet but upon the poetry. ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നതും അപ്രിഷിയേറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു റൈറ്ററിനെ ആയിരിക്കരുത്, പകരം അദ്ദേഹത്തിന്റെ വർക്കിനെ ആയിരിക്കണം എന്നും പറയുന്നു. എന്ന് വെച്ചാൽ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ക്രിറ്റിസിസം, ഒരു വർക്ക് ഓഫ് ആർട്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ആണ് എങ്കിൽ കൂടിയും അതൊരു പോയറ്റിനെ ആയിരിക്കരുത് ഉദ്ദേശിക്കുന്നത്. പോയറ്റിനെ ആയിരിക്കില്ല, അദ്ദേഹത്തിന്റെ ആ ഒരു ബയോഗ്രഫിക്കൽ അപ്രോച്ച് ആയിരിക്കരുത് ക്രിറ്റിസിസത്തിൽ എടുക്കേണ്ടത്. പക്ഷെ ആ പോയട്രിയെ ആയിരിക്കണം ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്, അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. അവിടെ ഒരു ബയോഗ്രഫിക്കൽ അപ്രോച്ച് അത് കൊണ്ടുവരാൻ പാടില്ല. അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് ആണ് TS Eliot നടത്തുന്നത്. ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം അല്ലെങ്കിൽ അപ്രിസിയേഷൻ ഇറ്റ് മസ്റ്റ് ബി അപ്പോൺ ദ പോയട്രി ആൻഡ് നോട്ട് അപ്പോൺ ദ പോയറ്റ്. പോയറ്റിനെതിരെ ആയിരിക്കരുത്, പക്ഷെ പോയട്രിക്കെതിരെ ആയിരിക്കണം. എന്ന് വെച്ചാൽ ആ വർക്ക് ഓഫ് ആർട്ടിനെ ആയിരിക്കണം ജഡ്ജ് ചെയ്യേണ്ടത്, അല്ലാതെ ആ പോയറ്റിനെ അല്ല ജഡ്ജ് ചെയ്യേണ്ടത്. എഴുതുന്ന ആളെ അല്ല ജഡ്ജ് ചെയ്യേണ്ടത്, എഴുതപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു വർക്കിനെ ആയിരിക്കണം ജഡ്ജ് ചെയ്യേണ്ടത്. അതിനെതിരെ ആയിരിക്കണം അപ്രിസിയേഷനും ക്രിറ്റിസിസവും ഒക്കെ വരേണ്ടത്. ആൻഡ് എന്ന് വെച്ചാൽ പോയട്രി ആണ് ഇമ്പോർട്ടന്റ്, പോയറ്റ് അല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ വർക്ക് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു പോയറ്റിന് ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ടാവണം എന്നില്ല. ഓക്കെ, ഒരു വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു റൈറ്റർ, അയാളുടെ പേഴ്സണാലിറ്റി ചിലപ്പോൾ അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആവണം എന്നില്ല. പക്ഷെ അയാളുടെ ആ ഒരു മൈൻഡ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റഡ് മീഡിയം എന്ന് പറയുമ്പോൾ ഒരു പ്ലാറ്റിനം പോലെ തന്നെ. അത് അവിടെ എങ്ങനെയാണ്, ന്യൂട്രൽ ആയിരിക്കും, ഇനേർട്ട് ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു റൈറ്റർ, അയാളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇവിടെ ആ കാറ്റലിസ്റ്റ് പോലെയാണ്. ഓക്കെ, അവിടെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഇമ്പോർട്ടന്റ് ആവുന്നില്ല. ഒരു മെച്യൂർ പോയിറ്റിന് ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റി ഉണ്ടാവണം എന്നില്ല. പക്ഷെ അയാളുടെ മൈൻഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, പ്ലാറ്റിനം പോലെ ആയിരിക്കണം. ഈ മെച്യൂർ ആയിട്ടുള്ള ഒരു റൈറ്റർ, അദ്ദേഹത്തിന്റെ മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് എ ബിറ്റ് ഓഫ് പ്ലാറ്റിനം. Even when a poet writes on his own personal experience, there is a separation between the man who undergoes the experience and the man who creates the poem. The perfection of the work of art is directly proportional to the degree of objectivity that a poet is able to achieve. The poetic mind operates upon the personal experiences of the man, bringing about an effective combination of feelings, images, and phrases. The poet's mind is receptible for seizing and storing up innumerable feelings and emotions. They remain there until all the components necessary to form a new compound are present together. Eliot here makes a distinction between emotions and feelings, which is rather ambiguous. Perhaps by feelings, he means sensations or the various manifestations of our basic emotions. So, അദ്ദേഹം എന്താണ് പറയുന്നത്, ഒരു റൈറ്റർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എഴുതുന്നത് എങ്കിൽ പോലും അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ആ എക്സ്പീരിയൻസ് നേരിടുന്ന ആ ഒരു മനുഷ്യനും ആ ഒരു പോയം ക്രിയേറ്റ് ചെയ്യുന്ന മനുഷ്യനും രണ്ടും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ആ ഒരു പോയറ്റും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ. എന്ന് വെച്ചാൽ അയാളുടെ ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എഴുതുന്നത് എങ്കിൽ കൂടിയും അതൊരു ഇംപേഴ്സണൽ രീതിയിലായിരിക്കണം എഴുതുന്നത്. സോ അത് എത്രത്തോളം ഓബ്ജക്റ്റീവ് ആവുമോ അത്രത്തോളം വർക്ക് പെർഫെക്റ്റ് ആവും എന്നാണ് റൈറ്റർ പറയുന്നത്. എന്ന് വെച്ചാൽ അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒന്നും ഒരുപാട് ഭയങ്കര ഫീലിങ്സ്, അങ്ങനത്തെ ഫീലിങ്സ്, ഇമോഷൻസ് അങ്ങനെയൊക്കെ പോയിറ്റ് അത്തരത്തിലുള്ള ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് എഴുതാം. പക്ഷെ അതെങ്ങനെയായിരിക്കണം, എഴുതി വരുമ്പോഴേക്കും എന്താണ്, അത് അദ്ദേഹത്തിന്റെ ഫീലിംഗ് ആയിട്ട് നമുക്ക്, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അതിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യരുത്.
അവിടെ ഒരു സെപ്പറേഷൻ വേണമെന്നാണ് എലിയട്ട് പറയുന്നത്. സോ എങ്ങനെയാണോ പ്ലാറ്റിനം അത് ആ ഒരു എന്താണ് ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ അതെങ്ങനെയാണ് ദിസ് പ്ലാറ്റിനം ഫിലമെന്റ് ഇസ് ഇൻ നോ വേ അഫക്റ്റഡ്, ഒരു രീതിയിലും അത് അഫക്ട് ചെയ്യപ്പെടുന്നില്ല ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ. അതുപോലെ തന്നെ പക്ഷെ അതിന്റെ പ്രസൻസ് ഇല്ലാതെ അവിടെ ആ ഒരു റിയാക്ഷൻ നടക്കുകയില്ല. ആൻഡ് അത് കാരണം ഉണ്ടാവുന്ന സൾഫ്യൂറിക് ആസിഡിനാണെങ്കിൽ ആ ഒരു പ്ലാറ്റിനത്തിന്റെ ഒരു പ്രസൻസും ഇല്ല. അതുപോലെ ആയിരിക്കണം ഒരു പോയിറ്റ് എന്ന് പറഞ്ഞാൽ ആ പോയിറ്റിന്റെ മൈൻഡിൽ ഒരുപാട് എന്താണ് ഇമോഷൻസും ഫീലിങ്സും ഒക്കെ പവർഫുൾ ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ മൈൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ദറ്റ് കാറ്റലിസ്റ്റ്, അത് റിയാക്ട് ചെയ്യുന്നു, വർക്കായി മാറുന്നു. സൾഫ്യൂറിക് ആസിഡിന്റെ പോലെ ഒരു പോയം ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു. പക്ഷെ ആ പോയത്തില് ആ ഒരു പ്ലാറ്റിനത്തിന്റെ ഒരു ഇതും ഉണ്ടാവാൻ പാടില്ല. ലൈക്ക് ദാറ്റ് ആ പോയറ്റിന്റെ മൈൻഡ് എങ്ങനെയാണോ അത് അവിടേക്ക്, എന്ന് വെച്ചാൽ അയാളുടെ പേഴ്സണൽ ഫീലിങ്സോ അയാളുടെ ആ ഒരു ഇമോഷനോ വരുന്ന രീതിയിൽ ആവരുത്. ഇംപേഴ്സണൽ ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഒരിക്കലും അദ്ദേഹത്തിന്റെ സബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് ഇമോഷൻസോ ഫീലിങ്സോ ഒന്നും വർക്കിൽ വരരുത്. എപ്പോഴും അവിടെ എങ്ങനെയായിരിക്കണം, അതൊരു ഇംപേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ വേണം അദ്ദേഹത്തിന്റെ വർക്ക് ഫോം ചെയ്യാനായിട്ട്. And a great work of art may be made out of one emotion, a combination of several emotions, or without the direct use of any emotion. It may be composed out of feelings only, feelings which is dear for the writer in particular, words, phrases, or images. Canto 15 of the Inferno, which deals with the meeting between Dante and Brunetto Latini, his old teacher, is an example, illustrating the working of the emotion evident in the situation. Dante meets Latini among the spirits of those who had done violence against nature. The last 4 lines of the canto give an image of a man running to win a prize in the race. So, ഒരു example പറയുന്നുണ്ട്. ഇതിൽ Eliot says that the image is not a natural development of what precedes, but it was probably in suspension in the poet's mind until all elements which unite to form the new compound are present together. The combinations which take place are of different kinds. Representative passages of great poetry can illustrate the countless varieties of possible combination of these poetic elements. What is important, however, is not the inherent intensity of the emotions or components, but the intensity of the artistic process under which the combination takes place. The intensity of the greatness of the emotion is insignificant. The intensity of the creative process alone decides the greatness of the work of art. Then അദ്ദേഹം ഇതില് കുറെ എക്സാമ്പിൾസ് ഡാന്റെയുടെ ഇൻഫേർണോയും പിന്നെ അഗമെമ്നൻ എന്ന വർക്ക് ട്രാജഡി ബൈ ഈസ്കിലസ് അതിന്റെയൊക്കെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിലെ എക്സാമ്പിളിലൂടെ അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ് ഇമ്പോർട്ടന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മള് ഒരു വർക്ക് ഓഫ് ആർട്ട് അത് ഒരു ഇമോഷനിലൂടെയോ അല്ലെങ്കിൽ പല ഇമോഷൻസിലോ അല്ലെങ്കിൽ ഒരു ഇമോഷൻ പോലും ഇല്ലാതെയോ അങ്ങനത്തെ രീതിയിൽ എഴുതാൻ പറ്റും. പക്ഷെ അവിടെ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് എന്ന് ആ ഒരു എത്രത്തോളം ഇന്റൻസിറ്റി ആണ് ആ ഇമോഷൻസിൽ വരുന്നത് എന്ന് മാത്രമല്ല. ചിലപ്പോൾ വർക്ക് ഓഫ് ആർട്ടില് ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലാണ് എങ്കിൽ പോലും ദാറ്റ് ഇന്റൻസിറ്റി ഓർ ഗ്രേറ്റ്നെസ് ഓഫ് ദ ഇമോഷൻ ഇസ് ഇൻസിഗ്നിഫിക്കന്റ്. അവിടെ ആ ഒരു എന്താണ് ഒരു കോമ്പിനേഷൻ സംഭവിക്കുന്നു. ആ ഒരു ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഇൻഹറന്റ് ഇന്റൻസിറ്റി ഓഫ് ദ ഇമോഷൻസ് ഓർ കോമ്പിനേഷൻസ്, അതിന് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു റൈറ്റിംഗില് ഇംപേഴ്സണൽ ആയിരിക്കണം എന്നൊക്കെ പറയുന്നു. പല രീതിയിലുള്ള ഇമോഷൻസോ ഫീലിങ്സോ ഒക്കെ റൈറ്ററിന് ഉണ്ടാവും. പലതരത്തിലുള്ള കോമ്പിനേഷൻസ് വരും. സോ എപ്പോഴും ഒരു ഗ്രേറ്റ് പോയട്രി എങ്ങനെയായിരിക്കണം? അതില് ഇൻഹറന്റ് ഇറ്റ് ഇസ് നോട്ട് what is important, however, is not the inherent intensity of the emotions or components, but the intensity of the artistic process under which the combination takes place. അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് ഇമ്പോർട്ടന്റ്. ആ ഒരു എത്രത്തോളം ഇന്റൻസിറ്റിയിലായിരിക്കണം ആ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ എത്രത്തോളം ഫീലിംഗ് ഉണ്ടാവും, അതൊന്നും അല്ല ഇമ്പോർട്ടന്റ്. ആ ഒരു ആർട്ടിസ്റ്റിക് പ്രോസസ്, ഈ കോമ്പിനേഷൻ ഉണ്ടാവുന്നതിന്റെ ആ ഒരു ആർട്ടിസ്റ്റിക് പ്രോസസ്സിന്റെ ആ ഒരു ഇന്റൻസിറ്റി ആണ് ഇമ്പോർട്ടന്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ റൈറ്ററിന്റെ ആ ഒരു പോയട്രിയിൽ ആ ഒരു ഇമോഷൻസിന്റെ ഇന്റൻസിറ്റി ഒക്കെ ഒരുപാട് ആവാം. പക്ഷെ എന്നാൽ കൂടിയും അയാളുടെ ഒരു പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പോയറ്റിന് അത്തരത്തിലൊരു പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉണ്ടാവരുത്. ആ പോയറ്റിക് മൈൻഡ് എപ്പോഴും ഒരു മീഡിയം ആയിരിക്കണം.
അയാളുടെ ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്താൽ പോലും എങ്ങനെയായിരിക്കണം ആ പോയറ്റിന്റെ പേഴ്സണാലിറ്റി നമുക്ക് വായിക്കുമ്പം എങ്ങനെയായിരിക്കണം ഫീൽ ചെയ്യേണ്ടത്? അത് പോയറ്റിന്റെ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ എന്ന് വെച്ചാൽ പോയറ്റിന്റെ എക്സ്പീരിയൻസ് ആണ് അത് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് അങ്ങനെ തോന്നിയാൽ എന്താണ്, അതൊരു പെർഫെക്റ്റ് വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നാണ് റൈറ്റർ പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഒരു സബ്ജക്റ്റീവ് രീതിയിലേക്ക് പോകാൻ പാടില്ല, ഓബ്ജക്റ്റീവ് ആയിരിക്കണം, ഇംപേഴ്സണൽ ആയിരിക്കണം. എപ്പോഴും എക്സ്റ്റിങ്ഷൻ ഓഫ് പേഴ്സണാലിറ്റി അത് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതാണ് ഒരു വർക്ക് ഓഫ് ആർട്ടിനെ ഡിഫറെന്റ് ആക്കുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആക്കുന്നത്. സോ രണ്ട് രീതിയിൽ എലിയട്ട് പറയുന്നുണ്ട്. ട്രഡിഷൻ കീപ്പ് അപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഈ എക്സ്റ്റിങ്ഷൻ ഓഫ് പേഴ്സണാലിറ്റി, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നു. ഒരിക്കലും പോയറ്റ് സ്വന്തം പേഴ്സണാലിറ്റി വർക്കിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. ഒരു വർക്ക് ഓഫ് ആർട്ട് നമ്മൾ വായിക്കുമ്പം അത് പോയറ്റിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ ഇതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവരുത്. എന്ന് വെച്ചാൽ അയാളുടെ മനസ്സിലുള്ള ഇമോഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരിക, അതെല്ലാം നമ്മളിലേക്ക് എത്തിക്കുക. പക്ഷെ അത് ഒരിക്കലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ പോകരുത് എന്ന് അദ്ദേഹം പറയുന്നു. The poet does not have a personality to express. The poetic mind is a medium in which impressions and experiences combine in special and unexpected ways. But the experiences that are important for the poet as a man may have no place in his poetry, and those that are important in his poetry may have little to do with his personality. When Eliot says that a poet is not a personality but a medium, he is attacking the metaphysical theory of the substantial unity of the soul, according to which various aspects of the soul cannot be separated from one another. Eliot now points out the difference between structural emotion and art emotion by quoting a passage from Cyril Tourneur's The Revenger tragedy. Example പറയാണ്. And then this gloomy work is relieved by the poetic beauty of several passages and the tragic intensity of the plot. The passages contain a combination of contrasted emotions which give rise to the structural emotion or emotion inherent in the situation. Art emotion is produced by the combination of this emotion and a number of related feelings which are not superficially evident. The way in which the contrasted emotion is expressed in this passage or the poetic passage gives rise to the art emotion. It is not in his personal emotions, the emotions provoked by particular events in his life, that the poet is in any way remarkable or interesting. He rejects Wordsworth's theory of the poetic process and states that emotion recollected in tranquility is an inexact formula to explain the poetic process. For it is neither emotion nor recollection nor even tranquility that is important. The poet's personal emotion has nothing to do with the emotion in his poetry. The poetic emotion is complex as it is a combination of various disparate elements in the poet's mind. The poet's business is not to find new emotion, but to use the ordinary emotions. And in the creative process, these emotions get transformed as they are expressed in combination with feelings which are not in actual emotions at all. Poetic process is a concentration of number of experiences which are poetically significant. This concentration is not an act of deliberation. It results in the creation of a new thing, a poem. But in the writing of poetry, there is also a great deal which is conscious or deliberate. Eliot here implies the technical aspects of poetry. The bad poet, according to him, is conscious where he ought to be, is unconscious where he ought to be conscious, and conscious where he ought to be otherwise. Both these errors, that is error concerning technique and error concerning content, make him personal. Eliot concludes this anti-romantic argument with his famous definition of poetry. Poetry is not a turning loose of emotion, but an escape from emotion. It is not the expression of personality, but an escape from personality. So, അദ്ദേഹം പിന്നീട് ഓരോ ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ഇംപേഴ്സണൽ ആവുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു വർക്ക് ഓഫ് ആർട്ട്, എലിയട്ട് പറയുന്നത് ഒരു പോയറ്റിന്റെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി, a poet is not a personality but a medium. പോയറ്റ് എപ്പോഴും ഒരു മീഡിയം മാത്രമായിരിക്കണം. നേരത്തെ പറഞ്ഞ കാറ്റലിസ്റ്റ് എക്സാമ്പിൾ പോലെ പോയറ്റ് ഒരു മീഡിയം മാത്രമായിരിക്കണം. എന്ന് വെച്ചാൽ അയാളുടെ ഇമോഷൻസ് എല്ലാം കാണിക്കേണ്ട എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഇമോഷൻസ് എന്തൊക്കെയാണോ, അദ്ദേഹത്തിന്റെ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് എല്ലാം
എന്താണ് പുറത്തേക്ക് കാണിക്കാനുള്ള ആ ഒരു ഇതല്ല ഒരു പോയട്രി എന്ന് പറയുന്നത്. അവിടെ ഒരു പോയം വരുന്നത് എങ്ങനെയാണ്? പ്രോപ്പർ ഇമോഷൻസും പ്രോപ്പർ ഫീലിങ്സും എല്ലാം കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് ഒരു നല്ല പോയം ഉണ്ടാവുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നത് ഒരു ഗുഡ് ഒരു വർക്ക് അത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഇമോഷൻസ് കമ്പൈൻ ചെയ്തായിരിക്കണം ഒരു നല്ല വർക്ക് ഉണ്ടാവുന്നത്. സോ അവിടെ ആക്ച്വലി അദ്ദേഹം ഇവിടെ മൊത്തത്തിൽ ആ ഒരു പേഴ്സണൽ ഇമോഷൻസ് എല്ലാം ലെറ്റ് ലൂസ് ചെയ്യാനുള്ള ഒരു വർക്ക് അല്ല ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റൈറ്ററിന്റെ ഇമോഷൻസ് എല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായ പേഴ്സണൽ ഇമോഷൻസ് എല്ലാം അദ്ദേഹത്തിന്റെ വർക്ക്സിലൂടെ കാണിക്കേണ്ടത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കാണിക്കാനുള്ള ഒരു മീഡിയം അല്ല പോയട്രി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ പോയറ്റ് ഒരിക്കലും അയാളുടെ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യരുത്, അതൊരു മീഡിയം മാത്രമായിരിക്കണം. നമ്മൾ ആ വർക്ക് ഓഫ് ആർട്ട് നമുക്ക് ഒരു റീഡേഴ്സിന് മുന്നിലേക്ക് എത്തുമ്പം അവിടെ എങ്ങനെയാവണം? അവിടെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. എന്ന് വെച്ചാൽ പോയറ്റ് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയെന്ന് പറഞ്ഞാൽ അതിൽ നമുക്കൊരു കാര്യവും ഇല്ല എന്നാണ് റൈറ്റർ പറയുന്നത്. എന്ന് വെച്ചാൽ ചിലപ്പോ പോയറ്റിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എക്സ്പീരിയൻസസ് അത് വായിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു തരത്തിലും ഇമ്പോർട്ടന്റ് ആവില്ല, അല്ലെങ്കിൽ ആ പോയട്രിയിൽ ഒരു തരത്തിലും അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവില്ല. സോ പോയറ്റിന് ചിലപ്പോൾ ചില എക്സ്പീരിയൻസസ് അദ്ദേഹത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കണം. പക്ഷെ പോയട്രി നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസസിനൊന്നും ആ പോയട്രിയിൽ ഒരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പോയട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പം അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിൽ ഒന്നും ചെയ്യാനുണ്ടാവില്ല, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിൽ അത് ഒരു തരത്തിലും ബാധിക്കുന്നതായിരിക്കില്ല. സോ അങ്ങനെ വരുമ്പോൾ പോയറ്റിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു മീഡിയം മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു. സോ ഇവിടെ അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു മെറ്റഫിസിക്കൽ ടെൻഡൻസിയും അതുപോലെ വേർഡ്സ്വർത്തിന്റെ ഐഡിയാസിനെ എല്ലാം അദ്ദേഹം ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേർഡ്സ്വർത്ത് അദ്ദേഹത്തിന്റെ തിയറി, ആ പോയറ്റിക് പ്രോസസ് അതിനെയൊക്കെ ഇവിടെ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേർഡ്സ്വർത്തിന്റെ ഡെഫിനിഷൻ ഓഫ് പോയട്രി ദാറ്റ് ഇമോഷൻ റിക്കലക്റ്റഡ് ആൻഡ് ട്രാങ്ക്വിലിറ്റി എന്നൊക്കെ പറയുന്ന അവിടെ അതിനെല്ലാം ഇദ്ദേഹം റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ പോയട്രിയിൽ എങ്ങനെയാണ് ഒരു ഇമോഷനും ഇല്ല, റിക്കലക്ഷനും ഇല്ല, ട്രാങ്ക്വിലിറ്റി ഇല്ല, അതൊന്നും അല്ല ഇമ്പോർട്ടന്റ് എന്നാണ് പറയുന്നത്. പോയറ്റിന്റെ പേഴ്സണൽ ഇമോഷൻ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇമോഷൻ ഇൻ ഹിസ് പോയട്രി. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇമോഷൻ എന്ത് തന്നെ ആയാലും അത് പോയട്രിയിൽ ഒരിക്കലും ഇമ്പോർട്ടന്റ് ആവില്ല. പോയട്രിയിൽ എന്താണ് ഇമ്പോർട്ടന്റ്? ഇമോഷൻസും ഇന്റൻസിറ്റിയും ഫീലിങ്സും ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് പോയറ്റിന്റെ ഇമോഷൻസ് കൊണ്ടുവരേണ്ട ഒരു മീഡിയം ആയിട്ട് പോയട്രിയെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ അവിടെ അങ്ങനെ വരുമ്പോഴേക്കും ഒരു പെർഫെക്റ്റ് കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആവാതെ മാറുന്നു. എന്ന് വെച്ചാൽ പോയറ്റിന്റെ പേഴ്സണൽ ഇമോഷൻസ് അത് പോയട്രിയിൽ വരുന്ന ഇമോഷൻസുമായിട്ട് അതിന് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇമോഷൻ ഇൻ ഹിസ് പോയട്രി. സോ എപ്പോഴും എങ്ങനെയായിരിക്കും ഒരു ബാഡ് പോയറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇസ് അൺകോൺഷ്യസ് വേർ ഹി ഓട്ട് ടു ബി കോൺഷ്യസ്. ടെക്നിക്കൽ ആയിട്ട് പ്രോപ്പർ ആവേണ്ട സ്ഥലത്ത് ഹി വിൽ ബി അൺകോൺഷ്യസ്. അങ്ങനെയുള്ള ഒരു റൈറ്ററിനെ ഒരു ബാഡ് പോയറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് കോൺഷ്യസ് വേർ ഹി ഓട്ട് ടു ബി അതർവൈസ്. ഒരു ബാഡ് പോയറ്റ് എപ്പോഴും അക്കോർഡിംഗ് ടു ഹിം ഇസ് അൺകോൺഷ്യസ് വേർ ഹി ഓട്ട് ടു ബി കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് വേർ ഹി ഓട്ട് ടു ബി അതർവൈസ്. അയാള് എന്താണ് കോൺഷ്യസ് ആയിരിക്കേണ്ട സ്ഥലത്ത് മീൻസ് അൺകോൺഷ്യസ് ആവും. എന്ന് വെച്ചാൽ ടെക്നിക്കൽ ഇമ്പോർട്ടൻസും അതൊക്കെ കൺസിഡർ ചെയ്യേണ്ട സ്ഥലത്ത് ചിലപ്പോൾ അയാൾ അൺകോൺഷ്യസ് ആയിട്ട് ബിഹേവ് ചെയ്തിരിക്കാം, തിരിച്ചും അതുപോലെ തന്നെ. സോ ഇങ്ങനെയുള്ള എറേഴ്സ് എല്ലാം അയാളുടെ ഒരു പേഴ്സണാലിറ്റിയാണ് അതിലേക്ക് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ആ കണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനെയൊക്കെയാണ് പറയുന്നത്. അയാളുടെ പേഴ്സണൽ എലിമെന്റ്സ് കൊണ്ടുവരുമ്പോഴേക്കും ആ റൈറ്റർ ഒരു ബാഡ് റൈറ്ററായി മാറുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റൈറ്റർ ഒരിക്കലും അയാളുടെ പേഴ്സണൽ എലിമെന്റ്സ് പറയുമ്പോഴും അതെങ്ങനെയാണ് ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിൽ വേണം പോയട്രി എഴുതാനായിട്ട് എന്ന് അദ്ദേഹം പറയുന്നു. സോ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ഡെഫിനിഷൻ ഓഫ് പോയട്രി ഈസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ ബട്ട് an escape from emotion. It is not the expression of personality but an escape from personality. So T.S. Eliot അദ്ദേഹത്തിന്റെ പോയട്രിയെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ, പോയട്രി എന്ന് പറയുന്നത് എന്താണ്? റൈറ്ററിന്റെ ഇമോഷൻസ് എല്ലാം കൊണ്ടുവരേണ്ട ഒരു സ്ഥലമല്ല പോയട്രി, പക്ഷെ ആ ഇമോഷൻസിൽ നിന്നെല്ലാം എസ്കേപ്പ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് റൈറ്റർ എഴുതുമ്പം അയാളുടെ ഫീലിങ്സും അയാളുടെ ഇമോഷൻസും ഒക്കെ കൊണ്ടുവരേണ്ട സ്ഥലമല്ല പോയട്രി.
സോ ആ ഇമോഷൻസിൽ നിന്നെല്ലാം ഒരു കൺട്രോൾ വന്ന് ആ ഫീലിങ്സ് എല്ലാം കൺട്രോൾ ചെയ്ത് ഒരു എന്താണ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ എഴുതുമ്പോഴാണ് അത് നല്ലൊരു പോയമായി മാറുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ ബട്ട് എൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ. ഇമോഷനിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് ആയിരിക്കും നല്ല പോയട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി ബട്ട് എൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ അല്ല, പക്ഷെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് ആയിരിക്കണം പോയട്രി എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ അദ്ദേഹം ആക്ച്വലി ആ ഒരു റൊമാൻറ്റിസിസത്തിന് ഒക്കെ എതിരായിട്ടാണ് പറയുന്നത്. വേർഡ്സ്വർത്തിന്റെ ഒക്കെ ആ ഒരു ഐഡിയ ഓഫ് പോയട്രി അതിൽ നിന്നൊക്കെ അതിന്റെ അഗേൻസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. വേർഡ്സ്വർത്ത് പോലുള്ള റൈറ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പോയട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാളുടെ കോമൺ ലാംഗ്വേജിലും സബ്ജക്റ്റീവ് ഒക്കെയാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്വന്തം ഫീലിങ്സ് ഇമോഷൻസും ഒക്കെ കൊണ്ടുവരേണ്ട അദ്ദേഹം സ്വന്തം ഫീലിങ്സിനും ഇമോഷൻസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇമാജിനേഷനും അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതാണ് ഒരു റൊമാൻറ്റിക് കൈൻഡ് ഓഫ് റൈറ്റിംഗ്. സോ ഇവിടെ ഇറ്റ് ഇസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ ബട്ട് എൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ. ഇറ്റ് ഇസ് നോട്ട് ദ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി ബട്ട് എൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി. And that means he is rejecting the ideas of that romantic tendency. Our romantic tendency of Wordsworth and other writers and other romantic writers അതിനെയൊക്കെ ഒരു റിജക്ട് ചെയ്യുന്ന രീതിയിലാണ് T.S. Eliot പറയുന്നത്. And what Eliot means by escape from personality is what Aristotle calls the generalizing or universalizing of experience. Wordsworth, in fact, has not specifically denied the need for universalization in his preface. It is his description of the poetic process that is imperfect. Eliot himself later modified his view in his lecture on W.B. Yeats. There are two forms of impersonality, that which is natural to be more skillful craftsmen and that which is more and more achieved by the maturing artist. The second impersonality is that of the poet who out of intense personal experience is able to express a general truth, retaining all the particularity of his experience to make of it a general symbol. This modified version is in no way antipathetic to the romantic attitude. It is obvious that in tradition and individual talent, Eliot is overemphasizing the importance of objectivity. It is a jurisdiction and explanation of his own poetic method. Eliot sums up his views in the third section. For a just interpretation of poetry, good or bad, for a just estimation of poetry, good or bad, it is necessary to divert interest from the poet to the poetry. What is important in poetry is neither emotion nor technique taken in isolation, but the expression of significant emotion which has its life in the poem, not in the life of the poet. The emotion of art which is caught up in the poetic technique is thus impersonal. A poet can achieve this impersonality only by surrendering himself to his work and by acquiring a true sense of tradition. So, ഇവിടെ എലിയട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്നുള്ളൊരു എസ്കേപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിലൊക്കെ ജനറലൈസിങ് ഓർ യൂണിവേഴ്സലൈസിങ് ഓഫ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് അദ്ദേഹം ഇവിടെ ഒരു എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സലൈസേഷൻ മൊത്തത്തിൽ പറയുന്ന രീതിയിലേക്ക് മാറി. എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണൽ റൈറ്ററിന്റെ പേഴ്സണാലിറ്റി കാണിക്കുന്നതിന് പകരം അവിടെ ഒരു ജനറലൈസിങ് യൂണിവേഴ്സലൈസിങ് ഒരു എക്സ്പീരിയൻസിനെയൊക്കെ എന്താണ് റൈറ്ററിന്റെ എക്സ്പീരിയൻസ് ആണ് എങ്കിൽ പോലും അത് ജനറലൈസ് ചെയ്ത് പറയുക അല്ലെങ്കിൽ യൂണിവേഴ്സലൈസ് ചെയ്ത് പറയുക. വേർഡ്സ്വർത്ത് ഒക്കെ അത്തരത്തില് വേർഡ്സ്വർത്ത് ഇതിനെ മൊത്തത്തിൽ അങ്ങ് ഡിനൈ ചെയ്യുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ പോയട്രിയുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ അത് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് അതിനെ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് എലിയട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഇംപേഴ്സണാലിറ്റി എന്നതുകൊണ്ട് എലിയട്ട് യൂസ് ചെയ്യുന്നത് മീൻ ചെയ്യുന്നത് അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എല്ലാം അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ത് തന്നെ ആയാലും അതിനൊരു ജനറൽ ട്രൂത്ത് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കണം. സോ അവിടെ ഒരു ഒബ്ജക്ടിവിറ്റിയാണ് അദ്ദേഹം ഓവർ എംഫസൈസ് ചെയ്യുന്നത്. ഈ എസ്സേയിൽ ഫുള്ളും അദ്ദേഹം ആ ഒരു ഒബ്ജക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ആ ഒരു ഒബ്ജക്ടിവിറ്റി എങ്ങനെ കൊണ്ടുവരണം എന്ന് വെച്ചാൽ ആ ഒരു ഇമോഷൻസിൽ നിന്നെല്ലാം എസ്കേപ്പ് ചെയ്താൽ മാത്രമേ റൈറ്ററിന്റെ ഇമോഷൻസോ റൈറ്ററിന്റെ ഫീലിങ്സിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്ത് വരുമ്പോൾ മാത്രമേ
മാത്രമേ ആ ഒരു എന്താണ് യൂണിവേഴ്സലൈസേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്ടിവിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. റൈറ്റർ ഒരിക്കലും സബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് റൈറ്റിംഗ് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ വർക്ക് ഓഫ് ആർട്ടും അവിടെ ഇൻസിഗ്നിഫിക്കന്റ് ആവും, അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആവും. റൈറ്റർ എപ്പോഴും അരിസ്റ്റോട്ടിൽ പറയുന്നത് പോലെ ജനറലൈസിങ് ഓർ യൂണിവേഴ്സലൈസിങ് ഓഫ് എക്സ്പീരിയൻസ്, റൈറ്ററിന്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ റൈറ്ററിന്റെ എക്സ്പീരിയൻസ് പറയുന്ന രീതിയിലാവരുത്. ഒരു മൊത്തത്തിൽ ജനറലൈസ് ചെയ്തുകൊണ്ടോ യൂണിവേഴ്സലൈസ് ചെയ്തുകൊണ്ടോ ഒക്കെ പറയുമ്പോൾ ആ ഒരു വർക്ക് ഓഫ് ആർട്ട് അതൊരു ഒബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് രീതിയിലേക്ക് മാറും. എപ്പോഴും എങ്ങനെയായിരിക്കണം, പോയട്രി ഗുഡ് ഓർ ബാഡ് എന്ന് പറയുമ്പം എങ്ങനെയാണ്, പോയട്രി എലിയട്ടിന്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഇംപേഴ്സണൽ ആയിരിക്കണം. ഇംപേഴ്സണൽ ആയിരിക്കുമ്പോൾ മാത്രമാണ് അത് പെർഫെക്റ്റ് ആയി മാറുന്നത് എന്നാണ് എലിയട്ട് പറയുന്നത്. സോ എപ്പോഴും ഒരു നല്ലൊരു പോയട്രി അല്ലെങ്കിൽ ബാഡ് പോയട്രി എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മൾ ഒരു പോയട്രി ജഡ്ജ് ചെയ്യുമ്പോൾ പോയട്രി ഗുഡ് ആണോ ബാഡ് ആണോ എന്നൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പോയിറ്റിനെ നോക്കരുത്. പോയിറ്റിനെ നോക്കി പറയുമ്പം നമുക്ക് അതിനെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ പോയിറ്റിനെ അല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ വർക്കിനെയാണ്. സോ നമ്മൾ ഒരു വർക്ക് ഓഫ് ആർട്ട് അത് നല്ലതാണോ ചീത്തയാണോ പെർഫെക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ അവിടെ പോയിറ്റിന്റെ പേഴ്സണാലിറ്റി നമ്മൾ അവിടെ കൺസിഡർ ചെയ്യാനേ പാടില്ല. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ആ പോയറ്റ് എഴുതുന്ന രീതി, പോയറ്റ് ഇങ്ങനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്, പോയറ്റ് അവിടെയുള്ള ആളല്ലേ, സോ അവിടുത്തെ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ പോയറ്റിന്റെ ജീവിതം ഇങ്ങനെയല്ലേ, സോ ആ രീതിയിലായിരിക്കാം റൈറ്റർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അങ്ങനെയൊക്കെ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ വഴിയുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും പോയറ്റിന്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പോയറ്റ് ആസ് എ പേഴ്സൺ ഇങ്ങനെയാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇറ്റ് ഈസ് നെസസറി ടു ഡൈവേർട്ട് ഇൻട്രസ്റ്റ് ഫ്രം ദ പോയറ്റ് ടു ദ പോയട്രി. നമ്മൾ ഈ പോയറ്റ് ആണ് എഴുതിയത്, അപ്പൊ ആ വർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലല്ല ജഡ്ജ് ചെയ്യേണ്ടത്. നമ്മൾ പോയട്രിയെയാണ് ജഡ്ജ് ചെയ്യേണ്ടത്, നോട്ട് ദ പോയറ്റ്. സോ അവിടെ ഒരു പോയട്രിയിൽ ഇമ്പോർട്ടന്റ് അവിടെ ഇമോഷനോ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കോ ഒന്നും അല്ല ഇമ്പോർട്ടന്റ് ആവുന്നത്. അതില് പോയട്രിയിൽ ഏത് ഇമോഷൻ ആണോ കൊണ്ടുവരുന്നത് അതിനാണ് സിഗ്നിഫിക്കന്റ്. പോയട്രിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനാണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ പോയറ്റിന്റെ ജീവിതമായിട്ട് അതെങ്ങനെ റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ പോയറ്റിന്റെ ലൈഫ് എങ്ങനെയാണ് എന്നൊന്നും ചിന്തിച്ചുകൊണ്ടല്ല നമ്മൾ പോയട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എങ്ങനെയാണോ പോയട്രിയിൽ എന്ത് ഇമോഷൻ ആണോ പറഞ്ഞിരിക്കുന്നത് അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പോയട്രിയിൽ ഏത് തരത്തിലുള്ള ഇമോഷൻ, റൈറ്റർ എന്താണ് പോയട്രിയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ആ പോയട്രിയിൽ കൊടുത്തിരിക്കുന്ന ഇമോഷൻസ് റൈറ്ററുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് ആ രീതിയിൽ നമ്മൾ ആ വർക്ക് ഓഫ് ആർട്ടിനെ ജഡ്ജ് ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ല. അങ്ങനെ വരുമ്പോഴേക്കും എന്താണ് പോയട്രിയിൽ റൈറ്റർ പറഞ്ഞിരിക്കുന്നത് എന്നത് നമുക്ക് എന്താണ് അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യുന്നതിൽ നിന്ന് we fail to judge it. So the writer is not important, only the work is important. That poem is important, that poetry is important rather than the poet. So ആ ഒരു impersonality achieve ചെയ്താൽ മാത്രമേ റൈറ്ററിനും എന്താണ് നല്ല ഒരു പെർഫെക്റ്റ് പോയം കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. സോ ആ ഒരു impersonality അതുപോലെ തന്നെ acquiring a true sense of tradition, ട്രഡിഷനും ഇംപേഴ്സണാലിറ്റിയും ഇത് രണ്ടുമാണ് ഇമ്പോർട്ടന്റ് എന്നാണ് ടി.എസ്. എലിയട്ട് ഇതിൽ പറയുന്നത്. സോ അതുപോലെ തന്നെ ഈ ഇതില് എന്താണ് ഇംപേഴ്സണൽ തിയറി ഓഫ് പോയട്രി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. സോ ഈ എസ്സേയിൽ അദ്ദേഹത്തിന്റെ പോയിന്റ് എന്ന് പറയുന്നത്, അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു റൈറ്റർ എങ്ങനെയായിരിക്കണം, റൈറ്റർ എങ്ങനെയായിരിക്കണം ഒരു അദ്ദേഹത്തിന്റെ പെർഫെക്റ്റ് കൈൻഡ് ഓഫ് റൈറ്റിംഗ്. അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ പോയറ്റ് ഹു ഈസ് ഇമ്പോർട്ടന്റ്, ഇറ്റ് ഈസ് ദ പോയട്രി. ദ പോയറ്റ് ഹാവ് ടു acquire the knowledge of that sense of that, otherwise he must acquire that historical sense, that tradition മനസ്സിൽ കീപ്പ് അപ്പ് ചെയ്തുകൊണ്ട് ഒരു ഇംപേഴ്സണൽ കൈൻഡ് ഓഫ് രീതിയിൽ വേണം അദ്ദേഹം മുന്നോട്ട് പോവേണ്ടത് എന്നാണ് ടി.എസ്. എലിയട്ട് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ഒരു പെർഫെക്റ്റ് റൈറ്റിംഗ് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ ഇംപേഴ്സണൽ തിയറി ഓഫ് പോയട്രിയിലും അദ്ദേഹം പറയുന്നത്. എലിയട്ടിന്റെ ഇംപേഴ്സണൽ തിയറി ഓഫ് പോയട്രി, ചിലപ്പോൾ ഇംപേഴ്സണൽ തിയറി ഓഫ് പോയട്രി ബൈ എലിയട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. സോ അതിൽ അദ്ദേഹം പറയുന്നത് ട്രഡിഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറയുന്ന എസ്സേയിലാണ് അദ്ദേഹം ഈ ഐഡിയ പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്
അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഓഫ് പോയട്രി അത് പറയണം. അക്കോർഡിംഗ് ടു ഹിം പോയട്രി ഈസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ ബട്ട് an escape from emotion. It is not the expression of personality but an escape from personality. ഇമോഷൻസ് ലെറ്റ് ലൂസ് ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല പോയട്രി. ഇമോഷൻസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം. റൈറ്റർ എപ്പോഴും സ്വന്തം ഇമോഷൻസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വേണം പോയംസ് കമ്പോസ് ചെയ്യാൻ. ആൻഡ് ഓൾസോ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലേസും അല്ല പോയട്രി. പേഴ്സണാലിറ്റിയിൽ നിന്ന് മാറി നിന്ന് വേണം, റൈറ്ററിന്റെ സ്വന്തം പേഴ്സണാലിറ്റിയിൽ നിന്ന് മാറി നിന്ന് വേണം, സ്വന്തം ഇമോഷൻസിൽ നിന്ന് മാറി നിന്ന് വേണം റൈറ്റർ വർക്ക് കമ്പോസ് ചെയ്യാനുള്ളത്. സോ ഇവിടെ ആക്ച്വലി റൊമാൻറ്റിക് സബ്ജക്റ്റിവിസം അതിനുള്ള ഒരു ടോട്ടൽ റിജക്ഷൻ ആണ് ഇവിടെ T.S. Eliot നടത്തുന്നത്. വേർഡ്സ്വർത്തിന്റെയും അതർ റൊമാൻറ്റിക് റൈറ്റേഴ്സിന്റെ ഒക്കെ ഒരു സബ്ജക്റ്റീവ് ടെൻഡൻസി ഓഫ് റൈറ്റിംഗ് അതിനെ he completely rejected. T.S. Eliot completely rejected that romantic notion or otherwise subjectivism in poems. സോ റൊമാൻറ്റിക് റൈറ്റേഴ്സ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ ഹാർട്ട്, ദാറ്റ് മീൻസ് അവരുടെ ഫീലിങ്സിനും ഇമോഷൻസിനുമാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ആ രീതിയിൽ ആവരുത് എന്നാണ് എലിയട്ട് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം പോയട്രി മസ്റ്റ് ബി ഇന്റലക്ച്വൽ ആൻഡ് ഓബ്ജക്റ്റീവ്. പോയട്രി ഇന്റലക്ച്വൽ ആയിരിക്കണം, ഓബ്ജക്റ്റീവ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഹി ഈസ് ആക്ച്വലി വാർണിംഗ് ദ റൈറ്റേഴ്സ് ഫ്രം ദാറ്റ് സബ്ജക്റ്റിവിസം ഇൻ പോയട്രി. പോയട്രിയിൽ സബ്ജക്റ്റിവിസം കൊണ്ടുവന്നാൽ അത് പെർഫെക്റ്റ് ആവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സബ്ജക്റ്റിവിസം കൊണ്ടുവരുമ്പോൾ ആ ഒരു വർക്ക് ഓഫ് ആർട്ട് ഇംപെർഫെക്റ്റ് ആയി മാറുമെന്ന് എലിയട്ട് പറയുന്നു. സോ പോയറ്റ്സ് ക്യാൻ അച്ചീവ് ദിസ് impersonality in two ways: by drawing upon a strength outside himself, that of his ancestral poets, and by a total surrender to the work before him. രണ്ട് രീതിയിൽ ഒരു പോയിറ്റിന് ഇംപേഴ്സണാലിറ്റി അച്ചീവ് ചെയ്യാം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ബൈ ഡ്രോയിങ് അപ്പോൺ എ സ്ട്രെങ്ത് ഔട്ട്സൈഡ് ഹിംസെൽഫ്, ദാറ്റ് ഓഫ് ഹിസ് ആൻസെസ്ട്രൽ പോയിറ്റ്സ്. എന്ന് വെച്ചാൽ എന്താണ് ട്രഡിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം സ്വയം ഒരു സ്ട്രെങ്ത് നേടിയെടുക്കുക, മേ ബി ഫ്രം ഹിസ് ആൻസെസ്ട്രൽ പോയിറ്റ്സ്, പണ്ട് കാലത്തുള്ള റൈറ്റേഴ്സിൽ നിന്നൊക്കെ ഒരു സ്ട്രെങ്ത് നേടിയെടുക്കുക. എന്ന് വെച്ചാൽ ആ ഒരു ട്രഡീഷണൽ സെൻസ് ഉണ്ടാവുക, ഹിസ്റ്റോറിക്കൽ സെൻസ് ഉണ്ടാവുക. ആൻഡ് ഓൾസോ ബൈ എ ടോട്ടൽ സറണ്ടർ ടു ദ വർക്ക് ബിഫോർ ഹിം. എന്ന് വെച്ചാൽ അവിടെ എന്താണ് അദ്ദേഹത്തിന്റെ വർക്കിൽ ടോട്ടൽ സറണ്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇംപേഴ്സണാലിറ്റി തന്നെയാണ്, ഓബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് റൈറ്റിംഗ് അത് കൊണ്ടുവരിക എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു ഇംപേഴ്സണാലിറ്റി നോഷൻ കൊണ്ടുവരുമ്പോഴേക്കും തന്നെ ആ ഒരു വർക്ക് പെർഫെക്റ്റ് ആയി മാറും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സോ ആ ഒരു കംപ്ലീറ്റ് എന്താണ് പ്രോസസ് ഓഫ് റിജക്ഷൻ ഓഫ് ദാറ്റ് പേഴ്സണാലിറ്റി, ആ ഒരു പേഴ്സണാലിറ്റി കംപ്ലീറ്റ് റിജക്ട് ചെയ്യുക, ആ ഒരു രീതിയിലാണ് അദ്ദേഹം ഈ എസ്സേയിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? യെസ് മാം. മനസ്സിലായോ എന്താണ് ഈ ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറയുന്ന എസ്സേയിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്? മനസ്സിലായി മാം. ഓക്കെ, സോ ഇതില് എന്താണ് പ്രധാനമായിട്ടും ചോദിക്കാവുന്നത് ഈ ഇംപേഴ്സണാലിറ്റി തിയറി തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ ആ കോൺസെപ്റ്റ് ഓഫ് ട്രഡിഷൻ എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, കോൺസെപ്റ്റ് ഓഫ് ട്രഡിഷൻ എന്താണ്, അതുപോലെ ഇംപേഴ്സണാലിറ്റി തിയറി എന്താണ്, എലിയട്ടിന്റെ ഡെഫിനിഷൻ ഓഫ് പോയട്രി എന്താണ്, ഇതെങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ഒപ്പീനിയൻസ് ഒക്കെ അതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതിൽ പറയാവുന്നതാണ്. ഓക്കെ, ഓക്കെ മാം. മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായി മാം. മനസ്സിലായി മാം. Okay, okay. So we can stop today. ഓക്കെ മാം. Okay, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ നേരത്തെ തീർക്കാൻ പറ്റുന്നെങ്കിൽ ഞാനൊരു മറ്റേ ഇന്ത്യൻ ലിറ്ററേച്ചറിലും കൂടെ കുറച്ച് പഠിപ്പിക്കും. പോയംസ് കുറച്ച് പഠിക്കാനുണ്ടല്ലോ. യെസ് മാം. Okay. Okay, so thank you. Good night, ma'am. Thank you, ma'am. Good night. Good night. Thank you, everyone.